വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. സിമ്പിളായിട്ട് ബാച്ചിലേഴ്സ് ചിക്കൻ എന്നൊക്കെയാണ് ഇതിൻ്റെ പേര്. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കനാണ്. അപ്പോൾ ചിക്കൻ എങ്ങനെ വെച്ചാലും ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിനായിട്ട് നമുക്ക് കുറച്ച് മസാലയൊക്കെ പൊടികളൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിതിൽ മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാല, മഞ്ഞൾ, ഉപ്പ് ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ, ഫ്രീസറിൽ വെക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും മസാല നല്ലപോലെ പിടിക്കാനും നല്ലതാണ്. ഇനി നമുക്ക് ഒരു ഒരു പാൻ എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഫ്രീസിങ് ഒന്നും ആവില്ല. എന്നാലും ഒരു 2 മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷം ഉള്ളിയൊക്കെ കട്ട് ചെയ്യുന്ന നേരം വരെ അതൊന്ന് പുറത്തിരിക്കട്ടെ കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അത്യാവശ്യം രണ്ട് സൈഡും ജസ്റ്റ് കുക്കാവൊന്നും വേണ്ട, എന്നാലും 2 സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. നമ്മൾ ചിക്കൻ വറുക്കണ പോലെ ഒന്നും വറുക്കണ്ട കേട്ടോ, നമുക്ക് കുക്ക് ചെയ്യാനുള്ളതാണ്. പക്ഷേ ഇങ്ങനെ വറുക്കുമ്പോൾ പൊട്ടി പോവാതെ ഇരിക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ചിക്കനെ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വെളുത്തുള്ളി. നല്ല വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ നമുക്കിവിടെ കിട്ടുക. നാട്ടിലിങ്ങനത്തെ കിട്ടാറുണ്ട് ഇടയ്ക്ക്, പക്ഷേ എന്നാലും കൂടുതലും ചെറുതല്ല. അപ്പോൾ നമുക്കത് പൊളിച്ച് തൊലി കളയാനൊക്കെ നല്ല മടിയായിരിക്കും. പക്ഷേ ഇവിടെ എനിക്കിഷ്ടമാണ് വെളുത്തുള്ളി. നല്ല വലുപ്പമാണ്. ഇഞ്ചി അതേപോലെ തന്നെ നല്ല വലുപ്പമുള്ള ഇഞ്ചിയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തൊലി കളഞ്ഞ് ഈ കല്ലിലിട്ട് നല്ലപോലെ ഒന്ന് ചതച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 3 വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമുക്ക് ഒരു കറിക്കുള്ളതായിട്ടുണ്ട്. അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഇഞ്ച് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2-3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊടികളൊക്കെ ആഡ് ചെയ്യുന്നതല്ലോ, ഓൾറെഡി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ വെച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ മസാലയിൽ ഇടുന്നുണ്ട്. പിന്നെ 800 ഗ്രാംസല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു നേരത്തേക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറി ആയതുകൊണ്ട് കുറച്ച് എരിവ് മതി. പിന്നെ ഇത് ബാക്കി പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്രയാണ് ഇടുന്നതിൻ്റെ പകുതി മിക്സ് ചെയ്യുമ്പോൾ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കി ഇപ്പോൾ ഇടാം കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ എക്സ്ട്രാ ഇടുന്നത് കുരുമുളക് പൊടി മാത്രമാണ്. ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി മാത്രം കൂട്ടിയിട്ടിട്ടുണ്ട്. ബാക്കിയൊക്കെ ആദ്യം ഇട്ടതിൻ്റെ ബാക്കി തന്നെയാണ് കേട്ടോ. അപ്പം 2 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിൽ 1 സ്പൂൺ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി അതേപോലെ തന്നെ എല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി, നല്ല പഴുത്ത തക്കാളിയായിരുന്നു, അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു തക്കാളി ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇട്ടിട്ടും കൂടി ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പം നമുക്ക് ഈ മസാലയ്ക്ക് വേണ്ട കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ചിക്കൻ വറുക്കുമ്പോൾ ഓൾറെഡി ഇട്ടായിരുന്നു, പക്ഷേ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി സിമ്മിൽ ചെയ്യുക, അല്ലെങ്കിൽ പൊടിയൊക്കെ പെട്ടെന്ന് മൂത്ത് കരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് ചൂടുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് കുഴഞ്ഞ് നല്ലപോലെ സോഫ്റ്റായി വരുന്നവരെ കുക്ക് ചെയ്യാം കേട്ടോ. അടച്ച് വെച്ചിട്ട് സിമ്മിലിട്ട് നമുക്കൊരു 10 മിനിറ്റൊക്കെ ഒന്ന് കുക്ക് ചെയ്യണം. അപ്പോഴത്തേക്കും ഉള്ളിയൊക്കെ നല്ലപോലെ മിക്സായി എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. അതെല്ലാം ഇട്ടതിന് ശേഷം കുറച്ചും കൂടി നമ്മൾ ബാക്കി 1 കപ്പ് വെള്ളം എടുത്തായിരുന്നു ചൂടുള്ളത്. അതിൽ 1/2 കപ്പാണ് നേരത്തെ ഒഴിച്ചത്. ഇനി ഒരു 1/2 കപ്പും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇത് വറുത്ത ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് അധികം വെള്ളം ഊരി വരത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു 1/2 കപ്പും കൂടി വെള്ളം ഒഴിക്കുന്നത്. നമുക്ക് ഡ്രൈ ആയിട്ട് എടുക്കാമെന്നുണ്ടെങ്കിൽ വേണ്ട. ഇപ്പോൾ നമുക്ക് കുറച്ച് ഗ്രേവി വേണം, ചോറിൻ്റെ കൂടെ വയ്ക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒരു 5-8 മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്യുക. വെള്ളമൊക്കെ ഒന്ന് കുറുകി വരട്ടെ കേട്ടോ. ഇപ്പോൾ വെള്ളമൊക്കെ കുറുകി വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലൊരു കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ. താങ്ക്സ് ഫോർ വാച്ചിങ്.